അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിന്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് അഥവാ കൊല്ലപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പൊ താഴെ 7ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് 3-ാമത്തെ ഭാഗത്തുണ്ടാകും. ഓരോന്നിനോടും യോജിച്ചത് അതിന്റെ നേരെ എഴുതി കൊടുക്കുക. അപ്പൊ ഒന്നാമത്തേത് തബലിയവ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ 3-ാമത്തെ ഭാഗത്ത് കൊടുത്തൊന്ന് വായിച്ചു നോക്കാം. സുഗന്ധച്ചെടി, വഞ്ചന, ബുദ്ധി മാന്യം, എത്തിച്ചു കൊടുക്കൽ, ബുദ്ധി കൂർമ്മത, വിശ്വസ്തത, കളവ് പറയൽ. അപ്പൊ തബലിയഗ് എന്നുള്ളത് എത്തിച്ചു കൊടുക്കൽ എന്നുള്ളതാണ്. അപ്പൊ അതിന് നേരെ എത്തിച്ചു കൊടുക്കൽ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഫത്വാനത്ത്, ബുദ്ധി കൂർമ്മത. അപ്പൊ അവിടെ നിന്ന് ബുദ്ധി കൂർമ്മത എന്നുള്ളത് എടുത്ത് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് ഖിയാനത്ത്, അതിനോട് യോജിച്ചത് വഞ്ചന. നാലാമത്തത് കദിബ്, അതിനോട് യോജിച്ചത് കളവ് പറയൽ. അഞ്ചാമത്തത് ബലാദത്ത്, ബുദ്ധി മാന്യം. ആറാമത്തത് റൈഹാൻ, സുഗന്ധ ചെടി. ഏഴാമത്തത് അമാനത്ത്, വിശ്വസ്തത. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നും പൂരിപ്പിച്ച് എഴുതി കൊടുക്കുക. ഒന്നാമത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്. അപ്പൊ അവിടെ നബിയാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി രണ്ടാമത്തത് നബിമാരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. അപ്പൊ അവിടെ മുർസലുകൾ എന്ന് എഴുതി കൊടുക്കുക. മൂന്നാമത്തത് ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെയാണ്. അപ്പൊ അവിടെ ഈത്തപ്പഴം പോലെയാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. നാലാമത്തത് ഖുർആൻ ഓതാത്ത കപട വിശ്വാസി ആട്ടങ്ങ പോലെയാണ്. അപ്പൊ അവിടെ ആട്ടങ്ങ പോലെയാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. അപ്പൊ അവിടെ പരിശുദ്ധനാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം കിതാബുകളുടെ ഭാഷ എഴുതാം. അപ്പൊ നമ്മൾ 4 കിതാബുകളും ആ കിതാബുകൾ ഇറക്കപ്പെട്ട നബിമാരുടെയും അതിന്റെ ഭാഷകളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓരോ കിതാബിന്റെയും ഭാഷ എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തേത് നോക്കാം. ഖുർആനിന്റെ ഭാഷ അറബി. രണ്ടാമത്തത് ഇഞ്ചീലിന്റെ ഭാഷ സുറിയാനി അല്ലെങ്കിൽ സിറിയക്. മൂന്നാമത്തത് സബൂറിന്റെ ഭാഷ യൂനാനി അല്ലെങ്കിൽ ഗ്രീക്ക്. ഇനി അവസാനത്തെ കിതാബ് തൗറാത്തിന്റെ ഭാഷ ഇബ്രാനി, ഹിബ്രു. ഒന്നുകൂടി നോക്കാം. ഖുർആനിന്റെ ഭാഷ അറബി, ഇഞ്ചീലിന്റെ ഭാഷ സുറിയാനി, സിറിയക്, സബൂറിന്റെ ഭാഷ യൂനാനി, ഗ്രീക്ക്, തൗറാത്തിന്റെ ഭാഷ ഇബ്രാനി, ഹിബ്രു. ഇനി 4-ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. നന്മയുടെ പ്രതിഫലം എന്താണ്? നന്മയുടെ പ്രതിഫലം എന്താണ്? അതിന്റെ ഉത്തരം സൗഖ്യം നിറഞ്ഞ സ്വർഗം. സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ് നന്മയുടെ പ്രതിഫലം. രണ്ടാമത്തത് ഓരോ മനുഷ്യരുടെയും വലതും ഇടതും ഭാഗത്തുള്ള മലക്കുകൾ ആരാണ്? റഖീബ്, അതീദ് അലൈഹിമസ്സലാം. റഖീബ്, അതീദ് അലൈഹിമസ്സലാമാണ് ഓരോ മനുഷ്യരുടെയും വലതും ഇടതും ഭാഗത്തുള്ള മലക്കുകൾ. മൂന്നാമത്തെ ചോദ്യം സത്യവിശ്വാസം എന്നാൽ എന്താണ്? സത്യവിശ്വാസം എന്നാൽ എന്താണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് 4-ാമത്തെ ചോദ്യം
മലക്കുകളിൽ ഉത്കൃഷ്ടനായ മലക്ക് ഏതാണ്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുകളിൽ ഉത്കൃഷ്ടനായിട്ടുള്ള മലക്ക്. ഇനി അഞ്ചാമത്തത്, ഖുർആൻ ഇറക്കപ്പെട്ടത് എന്തിനാണ്? അപ്പൊ എന്തിനാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്? ഉത്തരം എല്ലാ കാലക്കാർക്കും ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടി. എല്ലാ കാലക്കാർക്കും ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ഇനി അഞ്ചാമത്തെ ഭാഗം 2 എണ്ണം വീതം എഴുതാം എന്നുള്ളതാണ്. അപ്പൊ 2 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഓരോന്നിനും 2 എണ്ണം വീതം ഉത്തരം എഴുതുക. ഒന്നാമത്തത്, ഉലുൽ അസ്മ് എന്ന് പറയപ്പെടുന്ന നബിമാർ. ഉലുൽ അസ്മ് എന്ന് പറയപ്പെടുന്ന നബിമാർ ആരൊക്കെയാണ്? 5 നബിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന്, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മൂന്നാമത്തത് മൂസ നബി അലൈഹിസ്സലാം. നാലാമത്തത് ഈസാ നബി അലൈഹിസ്സലാം. അഞ്ചാമത്തത് നൂഹ് നബി അലൈഹിസ്സലാം. ഇവരൊക്കെയാണ് ഉലുൽ അസ്മുകൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഏതെങ്കിലും 2 നബിമാരുടെ പേര് അവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഏടുകൾ ഇറക്കപ്പെട്ട നബിമാർ. ഏതെല്ലാം നബിമാർക്കാണ് ഏടുകൾ ഇറക്കപ്പെട്ടത്? ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഷീത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒന്നുകൂടെ നോക്കാം. ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഷീത്ത് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇതാണ് ഏടുകൾ ഇറക്കപ്പെട്ട നബിമാർ. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 2ഓളം ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഡേഷ് നബി തങ്ങൾ. അപ്പൊ അവിടെ എന്താണ് എഴുതേണ്ടത്? ഉത്തമ മാതൃക ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് കൂട്ടി എഴുതുമ്പോ എല്ലാ സൽ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃക ആയിരുന്നു നബി തങ്ങൾ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി ഡാഷ് ഷഫീഅൻ ലി അസ്ഹാബിഹി. അവിടെ യൗമൽ ഖിയാമത്തി എന്നുള്ളതാണ് എഴുതാനുള്ളത്. അപ്പൊ അത് കൂട്ടി വായിക്കുമ്പോൾ ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി എന്ന് വരും. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.